ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ വിഷു സ്പെഷ്യൽ ആയിട്ട് ഇനി കുറച്ച് റണ്ണിങ് മെറ്റീരിയൽസ്, അതായത് നമുക്ക് സാരി ആക്കിയിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ വേറെ ഏതൊക്കെ നമ്മൾ വിഷു സ്പെഷ്യൽ ആയിട്ട് തന്നെ ചെയ്തേക്കുന്നതാണ് കേട്ടോ. നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് ഒക്കെ വെച്ചിട്ട് ഒരു പാനലൊക്കെ ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സെമി സിൽക്ക് ലൈക്ക് ഫാബ്രിക് ആണത്. അതിനകത്തോട്ട് നമ്മൾ ഇതുപോലെ എന്താ പറയാ, ഞാനിപ്പോൾ ഒരു ദുപ്പട്ട അതിന് പെയർ ചെയ്തേ ഉള്ളൂ. ടോപ്പ് ബോട്ടം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു ക്രീം ഉള്ളത് നമുക്ക് പെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് വെച്ചിട്ട് ഇതാണ് അതിന്റെ ഒരു ലുക്ക് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പീസും അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ദുപ്പട്ട ഇതേപോലെ തന്നെ ഒരു ചെക്സ് വരുന്ന ഒരു ജോർജറ്റ് ഫാബ്രിക്കിലോട്ട് ഇതേപോലെ വരുന്ന ഒരു ദുപ്പട്ടയാണ് ഞാൻ പെയർ ചെയ്തേക്കുന്നത്. ഒരു സൈഡ് വലിയ ബോർഡർ ഉണ്ട് കേട്ടോ അതിന്റെ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്, ഈ ഒരു പാറ്റേൺ. ഓക്കെ, ഇതുപോലെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള വീവിങ് വരുന്ന ഇതേപോലെ ബനാറസിയുടെ ദുപ്പട്ട കണ്ടോ. ഇത് ഭംഗിയാണെന്നറിയോ, ഇതുപോലെ അതിന്റെ ആ ഒരു ബോർഡർ കണ്ടോ, ഇതേപോലെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ക്രീം കളർ പ്ലെയിൻ ഇട്ടിട്ട് പെയർ ചെയ്താൽ കൂടെ ഭയങ്കര ഒരു ക്ലാസ് ലുക്കാണ് ഇതിന്റെ. ഇതുപോലെ ഈ ഒരു ഫസ്റ്റ് ദുപ്പട്ട ഇതാണ് പ്യുവർ ബനാറസിയിൽ വരുന്നത്. ഇതുപോലെ 4 സൈഡും ബോർഡർ വരുന്നത് ഇതിന്റെ ലുക്ക് ഇതേപോലെ ആയിരിക്കും. ഞാൻ ആ സെറി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ക്ലോസ് ആയിട്ട് വരുന്നത് ഇതുപോലെ ആയിരിക്കും അതിന്റെ ലുക്ക്. ചെറിയൊരു പിങ്കിന്റെ ഫ്ലവറും കൂടെ വരുന്ന ഒരു പാറ്റേൺ ആണ് ഇത് വരുന്നത് കണ്ടോ. ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം, ഇതാണ് അതിന്റെ ലുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ദുപ്പട്ടാസും റെഡി ടു ഡെസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇത് ഏതിന്റെ കൂടെ വേണമെങ്കിലും ഒരു ഗ്രീൻ പ്ലെയിൻ ഒക്കെ ഇട്ടിട്ട് അതിന്റെ കൂടെ പെയർ ചെയ്താലോ മെറൂണിന്റെ കൂടെ പെയർ ചെയ്താലോ ഒക്കെ ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പോൾ സെക്കൻഡ് ദുപ്പട്ട ഈ ഒരു ലുക്ക് ആയിരിക്കും, ഇതുപോലെ ആയിരിക്കും. ഓക്കെ, കേട്ടോ, നല്ല ജോർജറ്റിൽ ചെക്സ് വരുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ ഇത് വരുന്നത്. ഇതുപോലെ ആയിരിക്കും അത് സാരി ആയിട്ട് നമുക്ക് പെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു ലുക്കായിരിക്കും അതിന് വരുന്നത് കണ്ടോ. നല്ല 5.5 മീറ്റർ ആയിരിക്കും കേട്ടോ ഇത് വരുന്നത്. ഇതുപോലെ ചെക്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് അതിന്റെ ബോർഡർ. ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ്, അതാണ് ഏറ്റവും. നമ്മളിപ്പോൾ ഈ ടിഷ്യൂ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇത് ഒട്ടും ഇങ്ങനെ ഫോൾഡിങ് ആവില്ല, പ്ലീറ്റ്സ് ഇടാൻ പറ്റില്ല. ഇതാവുമ്പോൾ നല്ല ഭംഗിയിൽ ഇതുപോലെ കിടന്നോളൂ. ഞങ്ങൾക്ക് ഇതേപോലെയാണ് വരുന്നത് ഈ ഒരു തീമിലേക്ക്. നമ്മൾ ഇതിനൊക്കെ നല്ല ഡാർക്ക് ടോൺ ബ്ലൗസ് ഒക്കെ വെയർ ചെയ്ത് ഇതാണ് അതിന്റെ വീവിങ് വരുന്നത്. ഇതേപോലെ ഞാൻ അതിന് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. എൻ്റെ ഇത് കണ്ടോ, ചെറിയ ബൂട്ടാസ് വന്നിട്ട് ഈ ഒരു പാറ്റേണിലേക്ക് ഇതിൻ്റെ വീവിങ് വരുന്നത് കണ്ടോ. ഈ ഒരു ലുക്കായിരിക്കും ഇതിൻ്റെ വരുന്നത്. ഓക്കെ, ഇതിനകത്തോട്ട് ഒരു ബട്ടർഫ്ലൈയുടെ ഡിസൈനാണ് കണ്ടോ. ആ ഒരു വലിയ ബട്ടർഫ്ലൈ ഇതിൻ്റെ എൻഡിലേക്കും കൊടുത്തിട്ട് നല്ല രസമാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു എപ്പോഴും കസവ് സാരി ഉടുക്കുമ്പോൾ ഇങ്ങനെ പെയർ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ ഈ ഒരു ലുക്കായിരിക്കും കണ്ടോ. ഇതുപോലെ ഉണ്ടാവും ഇതിൻ്റെ ലുക്ക്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കളി ശരിക്കും ഒരു അയൺ ചെയ്ത് ആ പ്ലീറ്റ്സ് ഇട്ട് അത് അതേപോലെ കിടക്കും. ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ഡ്രൈപ്പ് ചെയ്ത് ചെയ്യാം. ഓക്കെ, പോയിട്ടുണ്ട്. ഇതുപോലെ ഈ വലിയ ബോർഡർ വേണം എന്നുള്ളവർക്ക് ഇതേപോലെ ഇതിന്റെ വീവിങ് കണ്ടോ. ഈ നമ്മള് സിൽക്ക് സാരീസിലൊക്കെ വരുന്ന ഒരു ബാവുഞ്ചി ബോർഡർ ഇല്ലേ, അതുപോലെ ഉണ്ട് ആ ചെക്സ് ഒക്കെ ഇതുപോലെ. അപ്പോൾ ഇതിന്റെ ലുക്ക് ഓൾ ഓവർ ഇതേപോലെ നല്ല രസമായിട്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെ വൈഡ് ആയിട്ടുള്ള റൗണ്ട് ഒക്കെ വെച്ചിട്ട് സെയിം ടോൺ തന്നെ ബ്ലൗസ് ഒക്കെ ഇട്ട അടിപൊളിയായിരിക്കും. ഈ താഴെ ഇതേപോലെ വരും. ഓക്കെ ഓക്കെ, ഇത് ഇതേപോലെ ഫംഗ്ഷനൊക്കെ ഇപ്പോൾ കോളേജിലും സ്കൂളിലൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളല്ല ഈ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. സെയിം അടിപൊളിയായിരിക്കും. ഇത് ചെക്സ് വരുന്നതാണ് കേട്ടോ. ഫുൾ ഇതുപോലെ ചെക്സ് വന്നിട്ട് ഈ ഒരു ലുക്കായിരിക്കും ഇതിൻ്റെ വരുന്നത്. നെക്ക് നമ്മൾ വൈഡായിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ലുക്കായിരിക്കും ചെയ്യാം. അതെല്ലാം നിങ്ങൾക്ക് ഹാഫ് സാരിക്ക് വേണമെങ്കിലും ഇതുപോലെ കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്ന അതും അവൈലബിൾ ആണ് കേട്ടോ. 5.5 മീറ്ററും അവൈലബിൾ ആണ്. അതേപോലെ ഹാഫ് സാരിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഒരു ലുക്കിൽ അതും കട്ട് ചെയ്ത് തരാം. ഓക്കെ, ഒരു നല്ല അടിപൊളിയായിട്ട് ഇതേപോലത്തെ ഒരു 5 ലെയർ ഗോൾഡൻ സെറിയും എന്നിട്ട് എൻഡിലേക്ക് ഇതേപോലെ ഫുൾ ഈ ഒരു ബോർഡറും വരും കണ്ടോ. ഇത് കൊടുത്ത് എന്ത് ഭംഗിയായിരിക്കും ഇതുപോലെ കണ്ടോ. നല്ല രസമല്ലേ നോക്കി. ഇതുപോലെ ആയിരിക്കും ഇതിന്റെ ലുക്ക് വരുന്നത്. അപ്പോൾ നല്ല രസം കേട്ടോ. ഈ ഒരു പാറ്റേൺ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര വേറിട്ടിക്കും. ഓക്കെ, അപ്പോൾ ഇത് കോണ്ടാക്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ഡെസ്പാച്ച് ചെയ്യാൻ റെഡിയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.